ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി കടായി റെസിപ്പി മാറ്റാണ്. അപ്പൊ നമുക്ക് വീട്ടിലോട്ട് കിടക്കാം. കടായി ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ, സവാള, മുളക്, വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, തക്കാളി, പിന്നെ കരിവേപ്പില, ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, ചെറുനാരങ്ങ പിഴിഞ്ഞത്, വെളിച്ചെണ്ണ, ചപ്പ്. നമുക്ക് ചിക്കന് മസാല പുരട്ടാം. ഒരു പാത്രം എടുക്കുക, എന്നിട്ട് വെളുത്തുള്ളി ചതച്ചത് ഇടുക. ഇനി ഇഞ്ചി ചതച്ചു കൂടി ഇടുക. ഇനി കുറച്ച് മുളക് പൊടി ഇടുക. ഇത് കാശ്മീരി മുളക് പൊടിയാണ്. ഇനി മഞ്ഞപ്പൊടി ഇടുക. ഇനി ഉപ്പ് ഇടുക. ഇതിലേക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി ഇട്ടുക. ഇനി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചിക്കൻ ഇടാൻ പോവുകയാണ്. ഇനി നന്നായി കുഴച്ചെടുക്കാം. ഇനി ഇത് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 20 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് ആദ്യം നമ്മൾ ഒരു പാന് അടുപ്പത്ത് വെക്കുക. ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ഇടാം. ഇനി നമുക്ക് ഇത് ഒന്ന് വെന്ത് വരട്ടെ. നമുക്ക് ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും അതുപോലെ കോരിയെടുക്കാം. നേരത്തെ നമ്മൾ പൊരിച്ച എണ്ണയിലേക്ക് സവാള ഇടുക. സവാള നന്നായി വഴറ്റുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക.
നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇറക്കി കൊടുക്കാം. ഇതിലേക്ക് കരിവേപ്പില ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇളക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ഇളക്കുക. ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. ഉപ്പ് കുറവാണെങ്കിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്രണ്ട്സ്, എന്റെ കടായി അടിപൊളിയായില്ലേ? നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഞാനൊന്ന് തിന്ന് നോക്കട്ടെ. സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ്